ഗുഡ് മോർണിംഗ്, നമസ്തേ. ഇന്ന് സൺഡേ ആണ്. ഞാൻ ഡാൻസ് ക്ലാസ്സിൽ പോകാനായിട്ട് റെഡി ആവുകയാണ്. തല നിറച്ച് എണ്ണയൊക്കെ തേച്ച് കുളിച്ചതുകൊണ്ട് നല്ല നല്ല വൃത്തികേടായിട്ടിരിപ്പുണ്ട് മുടിയെല്ലാം. അപ്പം ഞാൻ ഇനി പോയി വണ്ടിയൊക്കെ എടുത്ത് അങ്ങ് പോവുകയാണ്. വളരെ വൃത്തികേടായിട്ട് എൻ്റെ മുടി ഇരിക്കുന്നത് കണ്ടിട്ട് പോട്ടെ, സാരമില്ല. എൻ്റെ വീടിൻ്റെ കിച്ചണിൻ്റെ സൈഡിലാണ് ഞങ്ങളുടെ കാറ് ഇടുന്ന പോർച്ചുള്ളത്. അപ്പോൾ അവിടെ നിന്ന് ഞാനിങ്ങനെ വണ്ടി എടുത്തുകൊണ്ടിങ്ങ് വരികയാണ്. ഇനി വണ്ടി എടുത്ത് കുറച്ച് താഴത്തേക്ക് അങ്ങ് പോകണം. മെയിൻ റോഡ്, ടാറിട്ട റോഡിലേക്ക് എത്തണമെങ്കിൽ കുറച്ച് നമുക്ക് മുന്നോട്ട് പോവേണ്ടതുണ്ട്. ഇതിനിപ്പോൾ സൺഡേ ആയതുകൊണ്ട് എത്ര കുഞ്ഞുങ്ങളുണ്ടോയെന്നൊന്നും അറിയത്തില്ല. കൂടുതൽ പേര് പള്ളിയിൽ പോണവരുണ്ട്. അങ്ങനെ ഞാൻ പോകുന്ന സമയത്ത് നമ്മുടെ അനിയൻകുട്ടൻ സാധാരണ വണ്ടിയുടെ ഒച്ച കേട്ട ചാടി ഇറങ്ങി വരും. ഞാൻ പറഞ്ഞ പോലെ തന്നെ അവൻ വന്ന് ഡോറ് തുറക്കുകയാണ് വരാനായിട്ട്. അപ്പം ഞാൻ കയറിപ്പോകാൻ പറയുന്നുണ്ട്. അവൻ ഭയങ്കര വഴക്കാണ്. പിന്നെ ചേട്ടൻ വന്ന് പിടിച്ചെടുത്തുകൊണ്ട് പോയി. ഇനി ഞാനങ്ങ് പോവുകയാണ്. അപ്പോൾ ഭയങ്കര ആട്ടവും ഒക്കെ കണ്ടാലറിയാം, കുലുക്കമൊക്കെ കണ്ടാലറിയാം. നല്ല റോഡാണ്, പ്രത്യേകിച്ച് മഴയൊക്കെ പെയ്ത് നല്ല കുഴിയും ഒക്കെ ആയിട്ടിരിക്കുകയാണ്. ഞാൻ താമസിക്കുന്നത് ആക്ച്വലി അയിരൂരാണ്. പത്തനംതിട്ട ജില്ലയിലെ അയിരൂരാണ്. അയിരൂരെന്ന് പേര് വരാൻ കാരണം അയ്യൻ്റെ ഊര്, അയ്യപ്പൻ്റെ ഊരെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അയിരൂർ കഥകളി ഗ്രാമം എന്നാണ് കേട്ടോ ഇപ്പോൾ അറിയപ്പെടുന്നത്. എനിക്ക് ഏകദേശം ഇവിടെ നിന്ന് ഒരു 3 കിലോമീറ്ററാണ് എൻ്റെ ഡാൻസ് ക്ലാസ്സിലേക്കുള്ളത്. കടയാർ എന്ന് പറയും. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ വണ്ടി ഇരുന്ന് പ്ലാൻ ചെയ്യാണ് ആക്ച്വലി. ഇനി അവിടെ ചെന്നിട്ട് ഡാൻസ് ക്ലാസ്സിലേക്ക് പോകുന്ന വീഡിയോ, അതായത് ഡാൻസ് ക്ലാസ്സിൻ്റെ ഫസ്റ്റ് പോർഷൻ മുതൽ എടുക്കാം എന്നൊക്കെ വിചാരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ കുറച്ച് കഴിഞ്ഞ് അങ്ങ് എത്താറായിട്ടുണ്ട്. പക്ഷെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നല്ല അടിപൊളി മഴയായിരുന്നു. എനിക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റിയില്ല. ഡാൻസ് ക്ലാസ്സിൻ്റെ തൊട്ടടുത്ത് കുറച്ച് ദൂരെ ഇടേണ്ടി വന്നു. അപ്പോൾ വണ്ടി അവിടെ ഇട്ടിട്ട് ഓടി വരിക ചെയ്തത്. അപ്പോൾ എൻ്റെ 3 കുഞ്ഞുങ്ങൾ, ശ്രീനികയും അദ്വികയും ദേവികയും വന്നിട്ടുണ്ട്. വേറെ ആരും എത്തിയിട്ടില്ല. അപ്പോൾ എനിക്ക് ഡാൻസ് ക്ലാസ്സിൻ്റെ സ്റ്റാർട്ടിങ് കയറി വരുന്നത് മൂലമൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ പിള്ളേരോട് പറയുമായിരുന്നു, നിങ്ങൾ ലൈക്ക് ചെയ്തോ കമൻറ്റ് ചെയ്തോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയായിരുന്നു ചെയ്തു ടീച്ചറേ എന്ന് പറയായിരുന്നു. ശ്രീനിക ഇതിനകത്ത് വൈറ്റ് മാല ഇട്ടിട്ടുണ്ടല്ലോ. ശ്രീനിക ഭയങ്കര റീൽസിൻ്റെ ആളൊക്കെയാണ്. ഇൻസ്റ്റഗ്രാമിൽ റീൽസൊക്കെ ചെയ്യുന്ന ഒരാളാണ്. ഞങ്ങളിനിപ്പോൾ അതൊക്കെ ക്ലാസ് തുടങ്ങുകയാണ്. അങ്ങനെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ അതിന് മുന്നേ ഞാൻ അവിടെ കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാണ്. ടീച്ചറുടെ ഫോട്ടോ ഇവിടെ സെറ്റ് ചെയ്തു. ഞാൻ വിചാരിച്ചു സ്ഥിരമായിട്ട് അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. ഇത് ഞങ്ങളുടെ വാമപ്പ് സെക്ഷനാണ്. ഇന്ന് സുമ ടീച്ചർ യൂണിഫോം സാരിയിലല്ല, ടീച്ചർ വേറൊരു നോർമൽ സാരി എടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ്. പക്ഷെ നല്ല രസമുണ്ട്, നല്ല വെറൈറ്റിയാണ്. കുറേ കുഞ്ഞുങ്ങളും കൂടെ എത്താനുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഫസ്റ്റത്തെ ഒരു വാമപ്പ് എക്സസൈസിൽ ആദ്യത്തെ ഒരു പോർഷനാണിത്. ആദ്യം അല്ല, ഒരു 2-3 പോർഷൻ കഴിഞ്ഞിട്ടാണ് ആക്ച്വലി ഞാൻ വീഡിയോ എടുത്തത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിനി ഷോൾഡറിൻ്റെ എക്സസൈസ് ചെയ്യാണ്. ഇത് ആക്ച്വലി എടുക്കുന്നത് നമ്മളുടെ ഡാൻസ് ക്ലാസ്സിൽ അദ്വികയുടെ അമ്മയാണ്, സുഗന്ധിയാണ് എടുക്കുന്നത്. ഞാൻ തട്ടിക്കൊടുക്കുകയാണ് കുഞ്ഞുങ്ങൾക്ക്. അപ്പോൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഡാൻസ് ക്ലാസ്സിൽ ചിരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഫോണും ഒക്കെ കാണുമ്പോൾ ചിരിക്കും. കാരണം ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളുടെ കയ്യിലെല്ലാം മൊബൈലുണ്ടല്ലോ. അപ്പോൾ അവർക്ക് ഫോൺ വരുമ്പം, ഫോൺ മുന്നിലെത്തുമ്പോൾ ചിരിക്കാനൊക്കെ അറിയാം. കണ്ടോ, അല്ലെങ്കിൽ ചിരിക്കുകയേ ഇല്ലാത്ത ദേവാംഗനെയാണ്. ഇന്ന് ഭയങ്കര ചിരിയൊക്കെയാണ്. അങ്ങനെ ഷോൾഡർ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഷോൾഡറിൻ്റെ മൂവ്മെൻ്റാണ് ചെയ്യുന്നത്. ഷോൾഡറിലേക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ഷോൾഡർ ഇളക്കാനുള്ള മൂവ്മെൻ്റാണ് ചെയ്യുന്നത്. വളരെ അത്യാവശ്യമായിട്ട് പഠിച്ചിരിക്കേണ്ടതാണ്. കാരണം നമ്മൾ ഭരതനാട്യത്തിലൊക്കെ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന മാർഗത്തിലെ ഫസ്റ്റ് ഇനം എന്ന് പറയുന്ന അലാരിപ്പാണ്. അതിൽ തന്നെ ഈ ഷോൾഡർ മൂവ് ചെയ്തിട്ടുള്ള മൂവ്മെൻ്റാണ് ഉള്ളത്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഷോൾഡറൊക്കെ ചെയ്ത് കഴിഞ്ഞ് അടുത്തത് ചെയ്യാണ്. അടുത്തൊരു എക്സസൈസാണിത്. ഇത് കുഞ്ഞുങ്ങളോട് ഞാൻ പറയും, നന്നായിട്ട് ചെയ്യുകയാണെങ്കിൽ ബോഡിക്ക് ഷേപ്പൊക്കെ വരും എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ചെയ്യും. ഇല്ലെങ്കിൽ നിന്ന് ഉഴപ്പും. ഞാൻ പറഞ്ഞില്ലെങ്കിൽ നിന്ന് ഉഴപ്പാണ്. അപ്പോൾ ബോഡിക്ക് നല്ല ഷേപ്പൊക്കെ വേണമെങ്കിൽ വൃത്തിയായിട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ അവർ ചെയ്യും. അങ്ങനെ അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയിൽ വർത്തമാനം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതാണ് അവരെന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലരൊക്കെ ചെയ്ത് കഴിഞ്ഞു, ചിലർ ചെയ്യുന്നു. അടുത്ത എക്സസൈസാണ്.
ഞങ്ങളിൽ 2 അമ്മമാരുണ്ട്. അവർക്കൊക്കെ ഒന്ന് ഇപ്പോൾ ജസ്റ്റ് ജോയിൻ ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ അവർക്ക് മുഴുമണ്ടൽ ഇരിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ആതിരയല്ല കേട്ടോ, സാരിയും പൈജാമ ഇട്ട ആതിരയാണ്. ആതിരയ്ക്ക് പെട്ടെന്ന് കിട്ടിയില്ല. ആ പുറകിൽ നിൽക്കുന്ന രമ്യ ചേച്ചി അതുപോലെ രാജിമോൾ, അവർ 2 പേരും പാരൻസാണ് കുഞ്ഞുങ്ങളുടെ. അപ്പോൾ അവർക്ക് മുഴുമണ്ഡലം പെട്ടെന്ന് ഇരിക്കാനൊക്കെ പറയുമ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ അപ്പം ഞങ്ങളത് ചെയ്തു. കുറച്ചുകൂടെ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പോഴേക്കും ടൈം കുറച്ച് ആയായിരുന്നു. കുഞ്ഞുങ്ങളുടെ പാരൻസ് വന്നു തുടങ്ങിയിരുന്നു. അപ്പം ഞങ്ങൾ ഈ ഒരു എക്സസൈസ് കൂടെ ചെയ്തിട്ട്, കാലിൻ്റെ ഒരു മൂവ്മെൻ്റാണ്, അതുകൊണ്ട് ചെയ്തിട്ട് ബാക്കി വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല. തിരക്കായിരുന്നു അരങ്ങേറ്റത്തിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ കൊണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ കാണുന്നവരെല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വേഗം വരാം. ബായ്.